നാടൻ സ്വാദിനു വേണം തനിനാടൻ വെളിച്ചെണ്ണ. നാളികേരത്തിന്റെ നന്മ തിരിച്ചറിയാം സദൻസിലൂടെ. സ്വന്തം മില്ലിൽ നാടൻ തേങ്ങയിൽ ആട്ടിയെടുക്കുന്ന പരിശുദ്ധമായ വെളിച്ചെണ്ണ. 80 വർഷത്തെ പാരമ്പര്യം, 3 തലമുറകളിലൂടെ കൈമാറിക്കിട്ടിയ വിശ്വാസം. പോരാളി ഷാജിമാർ അധികം തള്ളിമറിക്കേണ്ട. കർണാടകയിലുണ്ടായതുപോലെ കേരളത്തിലും ദുരന്തങ്ങൾക്ക് സാധ്യത. ഷിരൂരിൽ മണ്ണിടിഞ്ഞുണ്ടായ ദുരന്തത്തിലകപ്പെട്ട അർജുനെ കണ്ടെത്താൻ 12ാം നാളിലും കർണാടകയിലെ രക്ഷാ സംവിധാനങ്ങൾക്ക് കഴിയാതിരിക്കെ എന്തുതരം രക്ഷാപ്രവർത്തനമാണ് അവിടെ നടക്കുന്നതെന്നും കേരളത്തിലെ പിണറായി സർക്കാർ ആയിരുന്നെങ്കിൽ മറച്ചേനെയെന്നും ഇടത് സൈബർ ഗ്രൂപ്പുകളിൽ നിറയെ പോസ്റ്ററുകളാണ്. അതിൽ പോരാളി ഷാജിയിട്ട തള്ളി ഇങ്ങനെയാണ്: അർജുൻ്റെ രക്ഷാപ്രവർത്തനം കാണുമ്പോൾ ക്രൈസിസ് മാനേജ്മെൻറ്റ് എന്താണെന്ന് കേരളത്തെ കണ്ടുപഠിക്കണമെന്നും വീണ്ടും വീണ്ടും പറയേണ്ടി വരുന്നു. പിണറായിയെ ചീത്ത വിളിച്ചോളൂ, പക്ഷേ ഒരാപത്ത് സമയത്ത് ഈ മനുഷ്യൻ കൂടിയുള്ളപ്പോൾ അതൊരു വല്ലാത്ത ധൈര്യമാണ്. ഓക്കി 2 പ്രളയങ്ങൾ, നിപ്പ, കോവിഡ് തൊട്ട് അവസാനം ജോയിക്ക് വേണ്ടിയുള്ള രക്ഷാപ്രവർത്തനം വരെ എത്ര മികച്ച രീതിയിലാണ് ടീം പിണറായി കൈകാര്യം ചെയ്തത്. വെറുതെയല്ല പിണറായി വിജയനെ ദ ടെലിഗ്രാഫ് ക്രൈസിസ് മാനേജർ എന്ന് വിശേഷിപ്പിച്ചത്. കിട്ടിയ അവസരത്തിൽ പോരാളി ഷാജി പിണറായിക്ക് വേണ്ടി തള്ളിമറിക്കുകയാണ്. കളവപ്പാറയിലുണ്ടായ ദുരന്തത്തിൽ ഇപ്പോഴും 11 പേർ മണ്ണിനടിയിലാണ്. ഓക്കി ഫണ്ട് അടിച്ചുമാറ്റിയതും, ഡാം തുറന്നുവിട്ട് മലയാളിയെ കൊലക്ക് കൊടുത്തതും, ജോയി മരിക്കാനിടയായ കോർപ്പറേഷൻ്റെ പിടിപ്പുകേടുമെല്ലാം പോരാളി ഷാജി അലക്കി വെളുപ്പിക്കുകയാണ്. അതൊക്കെ കഴിഞ്ഞ കാര്യങ്ങൾ. ഇനി കേരളത്തിൽ നടക്കാൻ സാധ്യതയുള്ള ദുരന്തങ്ങളെക്കുറിച്ച് പോരാളി ഷാജിക്ക് പറയാനില്ലേ? കേരളത്തിൻ്റെ മണ്ണും കുന്നും മലയും കോർപ്പറേറ്റുകൾക്ക് തീരെഴുതി കൊടുത്തിട്ട് അവരത് തുരന്നും കുഴിച്ചും കാശുണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു. അതിൻ്റെ പങ്കു വാങ്ങിയിട്ട് സുരക്ഷിതനായി അധികാരികൾ ഇരിക്കുന്നു. അതിൻ്റെ പരിണിത ഫലം അനുഭവിക്കാൻ പോകുന്നത് മലയാളികളാണ്. തലയ്ക്ക് മുകളിൽ എപ്പോൾ വേണമെങ്കിലും ഇടിഞ്ഞു വീഴാൻ പാകത്തിന് നിൽപ്പുണ്ട് കുറച്ച് കുന്നുകൾ. ഷിരൂരിനേക്കാൾ വലിയ ദുരന്തം കേരളത്തിലും ഉണ്ടായേക്കാം. കേരളത്തിനും ഉണ്ട് ഷിരൂരിലെ പോലൊരു അപകട റോഡ്. കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിൽ മൂന്നാർ മുതൽ ബോഡിമെട്ട് വരെയുള്ള 42 കിലോമീറ്റർ റോഡിലൂടെയുള്ള യാത്ര മഴക്കാലത്ത് ആശങ്കയാണ്. 2017 മുതൽ റോഡ് നിർമ്മാണം ആരംഭിച്ചതിന് ശേഷം ഇതുവരെ ഗ്യാപ്പ് റോഡിൽ മാത്രം ചെറുതും വലുതുമായ 6ൽ അധികം മലയിടിച്ചിലുകളാണ് ഉണ്ടായത്. 2019 ഒക്ടോബറിൽ റോഡ് നിർമ്മാണത്തിനിടെ ഉണ്ടായ മലയിടിച്ചിലിൽ 2 തൊഴിലാളികൾക്കാണ് ജീവൻ നഷ്ടപ്പെട്ടത്. ഇതിൽ ഒരാളുടെ മൃതദേഹം ഇതുവരെ കണ്ടെത്തിയിട്ടില്ല. ഒരു മണ്ണുമാന്ത്രി യന്ത്രവും അന്ന് മണ്ണിനടിയിലായിരുന്നു. ഗ്യാപ്പ് റോഡിൽ പാറ പൊട്ടിച്ച് വീതി കൂട്ടിയ ഭാഗത്താണ് പതിവായി മണ്ണിടിയുന്നത്. അശാസ്ത്രീയമായ പാറഖനനമാണ് മലയിടിച്ചിലിന് കാരണമെന്ന് കണ്ടെത്തിയതാണ്. മഴ ശക്തിപ്പെട്ടാൽ ഗ്യാപ്പ് റോഡിൽ കൂടി ജീവൻ പണയം വെച്ച് വേണം യാത്ര ചെയ്യാൻ. ഇനിയുമുണ്ട് ഭീതി ഉയർത്തുന്ന കുന്നുകൾ. കേരളത്തിൽ നിന്നുൾപ്പെടെയുള്ളവർ അർജുനു വേണ്ടി കർണാടകയിൽ തിരച്ചിൽ നടത്തുമ്പോഴാണ് കയ്യക്കലത്തിലെ അപകട സാധ്യതയ്ക്ക് നേരെ കണ്ണടയ്ക്കുന്നത്. ഇതേ മണ്ണിടിച്ചൽ കൊയിലാണ്ടിയിലെ കൊല്ലം കുഞ്ഞോറ മലയിലാണ് ഉണ്ടാവുകയെങ്കിലുള്ള ദുരന്തമൊന്ന് ആലോചിച്ചു നോക്കണം. ഈ തള്ളിമറിക്കലുകാർ 85 ഉയരത്തിൽ മണ്ണെടുത്ത തിട്ടിയോട് ചേർന്നാണ് 15ഓളം വീടുകൾ നിൽക്കുന്നത്. ഏത് നിമിഷവും മണ്ണിടിച്ചൽ ഉണ്ടാകാവുന്ന സ്ഥലമാണിത്. റോഡിനായി മണ്ണിടിച്ച് താത്തിയപ്പോൾ കുന്നിൻ മുകളിൽ കുടുങ്ങിയ ആളുകളുടെ ജീവനു മാത്രമല്ല ഭീഷണി, താഴെ റോഡിൽ കൂടി വാഹനത്തിൽ പോകുന്നവരുടെ ജീവനും അപകടത്തിലാണ്. ഷിരൂരിലെ മണ്ണിടിഞ്ഞ് വീണപ്പോൾ ചായക്കട നടത്തിയിരുന്ന ഒരു കുടുംബവും ലോറി ഡ്രൈവർമാരും ഉൾപ്പെടെ 10 പേരാണ് ഇല്ലാതായത്. കേരളത്തിൽ ഇതുപോലൊരു ദുരന്തമുണ്ടായാൽ 10 പേരായിരിക്കില്ല അപകടത്തിൽപ്പെടുകയെന്ന് മാത്രം ഓർമ്മിപ്പിക്കുകയാണ്. ന്യൂസ് ഡെസ്ക്, കണ്ണൂർ മിറർ.
ഏറ്റവും കുറഞ്ഞ ഫീസിൽ മികച്ച പ്ലേസ്മെന്റ് റെക്കോർഡോടുകൂടി കണ്ണൂരിലെ നമ്പർ 1 ഏവിയേഷൻ കോളേജ് എയർവിൻ അക്കാദമി. യൂണിവേഴ്സിറ്റി ഡിഗ്രിയോടൊപ്പം ഏവിയേഷൻ, ടൂറിസം, ഹോസ്പിറ്റാലിറ്റി, ലോജിസ്റ്റിക്സ് ഡിപ്ലോമകൾ. എയർവിൻ അക്കാദമി, കോളേജ് ഓഫ് മാനേജ്മെന്റ് സ്റ്റഡീസ്, സുഹറ ആർകെ, ആറാട്ട് റോഡ്, കണ്ണൂർ. ഫോൺ 8138034433.